കറ്റാനത്ത് തീപിടുത്തത്തെ തുടർന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് കത്തിനശിച്ച സംഭവത്തിൽ നാശനഷ്ടം കണക്കാക്കാൻ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു നിർദ്ദേശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അഗ്നിരക്ഷാ സേനയെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെയും LSGD ഉൾപ്പെടെ അനുബന്ധ വകുപ്പുകളെയും മന്ത്രി ചുമതലപ്പെടുത്തി. കറ്റാനത്ത് വൻ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ നാശനഷ്ടം കണക്കാക്കാൻ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു നിർദ്ദേശിച്ചു. അപകട സ്ഥലത്തെത്തിയ മന്ത്രി അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അഗ്നിരക്ഷാ സേനയെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെയും LSGD ഉൾപ്പെടെ അനുബന്ധ വകുപ്പുകളെയും മന്ത്രി ചുമതലപ്പെടുത്തി. വീടുകൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടവും അനുബന്ധ കേടുപാടുകളും പരിശോധിക്കാൻ LSGD എഞ്ചിനീയറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഉടൻ തന്നെ വീട്ടുടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വളരെ ഗുരുതരമായ തീപിടുത്തത്തെ സംബന്ധിച്ച അന്വേഷണം നടത്താനും അതുമായി ബന്ധപ്പെട്ട നടപടികൾ, അതായത് ഇതിനൊരു റെക്ടിഫിക്കേഷൻ നടപടികൾക്കുമായിട്ടാണ് ബഹുമാന്യനായ കളക്ടർ ഇവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ എത്തി ഇത് സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ജോയിൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം തീപിടുത്തത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അസസ് ചെയ്യുവാൻ, അത് ഫയർഫോഴ്സിൻ്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും ഇവിടുത്തെ ലോക്കൽ ബോഡിയിലെ എഞ്ചിനീയറുടെയും അതോടൊപ്പം തന്നെ അനുബന്ധമായ മുഴുവൻ വകുപ്പുകളിലെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. കളക്ടർ അതിൻ്റെ ഉത്തരവ് ഇപ്പോൾ തന്നെ പുറപ്പെടുവിക്കും. ആ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അപകടമുണ്ടായത്, അത് തുടർന്ന് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപകടം മൂലം എത്രമാത്രം നഷ്ടമുണ്ടായി, ഇതെല്ലാം തന്നെ ഈ ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം അന്വേഷിക്കുന്നതാണ്. ജില്ലാ കളക്ടർ ഷാജി വി നായരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അപകട സ്ഥലത്തിന് സമീപമുള്ള വീടുകളിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി കളക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് ഭാഗ്യമായി നാശനഷ്ടം സംഭവിച്ചത് ഉള്ളത് 2 റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണ്. അവിടെ 2 ഫാമിലിയെയും ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരിപ്പം എല്ലാവരും ഇവിടുന്ന് മാറി താമസിക്കുന്നുണ്ട്. അത് LSGD ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ LSGDയുടെ എഞ്ചിനീയറുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡാമേജ് വരുന്ന തുക DM ആക്ട് പ്രകാരം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉൾപ്പെടുന്ന സമഗ്രമായ റിപ്പോർട്ട് ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വലിയ വീട്ടിൽ ഹോം ഷോപ്പി, അനുബന്ധമായുള്ള ജിമ്മ്, മെട്രോ ഫാൻസി, സമീപത്തുള്ള വീടുകൾ എന്നിവിടങ്ങളിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. കായംകുളം, മാവേലിക്കര, കരുനാഗപ്പള്ളി, അടൂർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് അഗ്നിബാധ ശാന്തമാക്കിയത്. KP റോഡ് അരികിലെ 3 നിലകളിലുള്ള വലിയ വീട്ടിൽ എന്ന പേരിലുള്ള വ്യാപാര സമുച്ചയത്തിൽ നിന്നാണ് ആദ്യം തീയും പുകയും ഉയർന്നത്. ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് ജിം പ്രവർത്തിച്ചിരുന്നത്. ഷോപ്പിയും ജിമ്മും പൂർണ്ണമായും കത്തിനശിച്ചു. കടയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനൽ അടക്കം കത്തിനശിച്ചു. വ്യാപാര സമുച്ചയത്തിൽ നിന്നാണ് സമീപത്തുള്ള കടകളിലേക്കും വീട്ടിലേക്കും തീ പടർന്നത്. അഗ്നിബാധയുണ്ടായതോടെ പ്രദേശത്തെ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. KCB അധികൃതരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. സംഭവം അറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് പ്രദേശത്തെത്തിയത്. മന്ത്രി എം ലിജു, MS അരുൺകുമാർ MLA, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. CDNet ന്യൂസ്, കായംകുളം.